നിന്റെ ഭക്ഷണം കഴിഞ്ഞാ? ഭക്ഷണം കഴിഞ്ഞു. പിന്നില്ലേ, ഇന്നലെ രാത്രി ഞാൻ നിന്നെ വിളിച്ചതിന് ശേഷം സന്ദീപ് പുറത്തു പോയിന്. പക്ഷെങ്കില് രാത്രി വന്നിട്ടില്ല. സാധാരണ ഒരു 12:30 ആകുമ്പോൾ ആശാൻ വരുന്നതാണ്. ഇന്നലെ വന്നിട്ടില്ല. ഇന്ന് രാവിലെ കാണാം ഒരു വെളുപ്പിനെത്തി ചിരിച്ചോണ്ട് വന്നിട്ട് ഡോറിന് മുട്ടി ചിരിച്ചോണ്ട് അകത്ത് കയറി വരുന്നു. ഞാൻ നിൽക്കാണെങ്കിൽ ദേഷ്യം വന്നു. കാരണം വെളുപ്പിനെ ഞാൻ ചേട്ടാ എന്തായിട്ട് ചെയ്യാൻ പറഞ്ഞു. അതെ ഇന്നലെ അവിടെയാ കിടന്നേ. ഞാൻ അതങ്ങനെ പറഞ്ഞ ആ സ്ത്രീന്റെ ഭർത്താവ് അവിടെ ഇല്ല. മറ്റേ പെൺകുട്ടിയില്ല ഞാൻ പറഞ്ഞു അവിടെ ഇല്ല. അയാള് എവിടെയോ അയാളേത് ബന്ധുവിന്റെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന്. ആന്ന് ഓരോരുത്തരുടെ ഒരു ഭാഗ്യം നോക്കണം. പക്ഷെ അവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അവിടെ എന്തെങ്കിലും നടന്നോ എന്നുള്ളത്. മിക്കവാറും എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അമ്മ ആ പ്രായമുള്ള അവളുടെ അമ്മയില്ലേ, അമ്മയോട്ട് മോശമൊന്നുമല്ല, അവരുടെ കൂടെ ആയിരിക്കും സംശയമുണ്ട് എനിക്ക്. അത് വ്യക്തമായിട്ട് പറയുന്നില്ല. ചിരിച്ചു കളിച്ചങ്ങ് പോയി. ഇതിപ്പം ഉച്ചക്ക് ഞാൻ ചോദിച്ചടാ വ്യക്തമായിട്ട് പറയാന്ന് പറഞ്ഞു. അതൊക്കെ പിന്നെ പറയാറിയാന്ന് പറഞ്ഞു. ഓരോരുത്തരുടെ കാര്യം നോക്കണേ. ഓരോരുത്തരുടെ കാര്യമില്ല. പെണ്ണിന്റെ ഭാഗ്യം ആ പെണ്ണിനാണോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണോ നമുക്കറിയില്ല ഭാഗ്യം വന്നത്. എന്റെ നോട്ടത്തില് അവർക്കല്ല ഭാഗ്യം, അവനാണ് ഭാഗ്യം. രണ്ടാക്കും ഭാഗ്യം തന്നെ. അത് അവിടെയും നീ നിന്റെ ഭാഗ്യക്കാരാണോ പറയുന്നത്? അതാണ് എന്താ പറയാ, പണ്ടാണ്ട് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിട്ട് എല്ലാം തിന്നാനും ഭാഗ്യം വേണം. എനക്കും തിന്നാൻ ഭാഗ്യമില്ല, എനിക്കും തിന്നാനുള്ള ഭാഗ്യം കുറവാ. ഓന് ഒന്നും അറിയണ്ടേ, ഇല്ലാണ്ട് തിന്നാൻ ഭാഗ്യമുണ്ടല്ലോ. അതാണ് സന്ദീപിന് തിന്നാൻ ഭാഗ്യമുണ്ട്. നമ്മളിങ്ങനെ കിട്ടും. നമ്മളിങ്ങനെ കേട്ട് വിശപ്പ് മാറ്റും. നുണച്ച് വിശപ്പ് മാറ്റിലേക്ക് പോയി. നുണഞ്ഞ് വിശപ്പ് മാറ്റും. എന്റെ അവസ്ഥയിലല്ലോ എനിക്കും എല്ലാം ഇങ്ങനെ. സന്ദീപിന്റെ കേട്ടിട്ട് വിശപ്പ് മാറ്റാം. ഇതെല്ലാം നമ്മള് തിന്നാനും പറ്റുന്നില്ല, ഉപയോഗിക്കാനും പറ്റുന്നില്ല. എന്താ പറയാ, പെട്ടിയിലടച്ച് കൂട്ടിയ പോലെ എല്ലാം ഉണ്ട്. ആവശ്യത്തിനൊന്നും കിട്ടുന്നില്ല അല്ലേ? ഇങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് തന്നെ ആള് ഒന്നുമല്ല ഉണ്ടാവുമോ? പെണ്ണിന്റെ സമ്മതിക്കും. കല്യാണം കഴിക്കുന്നില്ലേ? കല്യാണം കഴിക്കൂലു ആര്? സന്ദീപ്. മോളി കഴിക്കും. അമ്മേനെ കഴിക്കേണ്ടിരുന്നവർക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ട് അമ്മയും മെലിഞ്ഞിട്ട് നല്ല ഗ്ലാമറാണ്. ഗ്ലാമർ ഇല്ലേറ്റോ? എനിക്ക് അതിനേക്കാളും ഗ്ലാമറില്ല. ഗ്ലാമർ ഇല്ലാഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞല്ല. അല്ല, പെണ്ണിന്റെ അവസ്ഥ, പെണ്ണിന്റെ രണ്ടാളും തമ്മിൽ പെണ്ണ് മാത്രമല്ല, പെണ്ണിന്റെ അമ്മയും ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞതാ. കാണാൻ സൂപ്പറാണ്. സന്ദീപ് ചേച്ചി പോയിട്ടാണ് മറ്റേ അമ്മയെ നോക്കുക. അയ്യോ, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞല്ലേ, അതൊന്നുമില്ല. ഇതെല്ലാം പറഞ്ഞും കേട്ടും മനുഷ്യനും മടുത്ത്. മറ്റേ സാധനം വന്നില്ല. ഗിരീഷ് വരുന്ന പറയുന്നല്ലാണ്ട് അവന് അവന്റെ
മാമന്റെ മോളെ അവിടെ നിന്ന് വിടുന്നില്ല എന്നാ തോന്നുന്നത്. ഉം. നമ്മളൊക്കെ ഇവിടെ അല്ല, നിന്ന് അവിടെ വന്നാല് ഇപ്പൊ സന്ധ്യന് ഒരു കൂട്ടാവൂലേ? അവര് തമ്മിൽ കുറച്ച് ബെസ്റ്റ് മത്സരമായിരിക്കും. പിന്നെ അല്ല, രണ്ടാളുണ്ടല്ലോ, പിന്നെ വേണ്ട. അത് രണ്ടും കെട്ടാത്ത ആൾക്കാരാണ്. മനസ്സിരിക്കൊന്നും വേണ്ടല്ലോ. അല്ല, അതിപ്പോ സന്ദീപ് എന്തായാലും വിട്ടുകൊടുക്കും. ഇപ്പൊ ഞാൻ തന്നെ അന്ന് അവര് ആ കാര്യങ്ങൾക്കെല്ലാം കൂടി നടന്നതാണ്. പക്ഷെ ഇപ്പം ചോദിക്കുമ്പോൾ അവന് വ്യക്തമായിട്ട് പറയാൻ താല്പര്യമില്ല. ഉം. എന്തോ ഒരു അവന്റെ കുടുംബകാര്യം ചോദിക്കുമ്പോഴാണ് ഇപ്പൊ അത് പിന്നെ പറയാം. ആ പെണ്ണിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളും കൂടി പോയിട്ടുണ്ടെങ്കിലോ? ഞാൻ പോരാ. അവന്റെ ഒരു ചിന്താഗതി അങ്ങനെ ഇനി ആരും അങ്ങോട്ട് അധികം അടുപ്പിക്കണ്ടെന്ന് തോന്നുന്നുണ്ടാവും. ഞാനിനി എന്നായിരുന്നു ചെയ്യാമോ? നീ എന്നാ ചെയ്യണ്ടേ? ഞാൻ എന്തായാലും പെട്ടെന്ന് വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ പിടിച്ചേക്കാൻ പറ്റുമോ തോന്നുന്നത്? അറിയുന്നല്ല എന്ന കാര്യം. ദശക്കമ്പം തിന്നാൻ കിട്ടാതെ അന്വേഷിച്ചു അല്ലേ? ഇത് പറഞ്ഞിട്ട് കൊറേ ആയില്ലേ? പറഞ്ഞിട്ട് കൊറേ ആയി. ക്ഷമിക്ക് കുട്ടി, ക്ഷമിക്ക്. വിളിക്കുമ്പോ നമ്മൾ ഇതന്നെയല്ലേ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയണ്ടേ? പിന്നെന്താ പറയണ്ടേ? എന്ത് പറയാൻ? നിങ്ങള് ഞാൻ നിന്നോട് സംസാരിക്കും കഴിഞ്ഞാൽ അതൊരു ശബ്ദം ഇങ്ങോട്ട് രാത്രിയാകും. രാത്രിയുള്ള സംസാരത്തിലാകുമ്പോ നമ്മളൊരു മൂഡിലേക്ക് അങ്ങ് പോകും. നമ്മളിപ്പോഴത്തെ കൂട്ടർ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. സമയം ഇങ്ങനെ കഴിഞ്ഞ് പോയാൽ പ്രായമാകുമ്പോ പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള പേടിയായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പോഴേ ഇല്ല. അത് ഇപ്പോഴേ ഇല്ല. എനിക്ക് അതിന് വയസ്സായിട്ടുള്ള കാര്യം പറയുന്നു. ഈ കഴിഞ്ഞു പോകുന്ന സമയമെല്ലാം ഭയങ്കര നഷ്ടാട്ടോ. അതന്നെയാണ് ഞാനും പറയുന്നു. അതറിയാനിട്ടൊന്നുമില്ല. വേറെ ഒന്നും ചെയ്യാമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഒരു കാര്യം പറയണേ, ഇങ്ങനത്തെ ഒന്നും കിട്ടൂല. എങ്ങനത്തെ കിട്ടൂല? ഇതന്നെ കൃഷി ചെയ്യാനും കിട്ടൂല. ആര് കിട്ടൂല? വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടൂല. പെണ്ണുങ്ങൾ ഇങ്ങനെ കൃഷിയൊക്കെ നടക്കാണോ? അത് പിന്നെ പ്രായത്തിന്റെ ഒരു ഇതുണ്ടാവൂലേ? ഏത് പ്രായത്തിലും ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്രായത്തിൽ കുറച്ച് കൂടുതലായിരിക്കില്ല. അത് ശരി. പറഞ്ഞ് ചാടി പോവോ? മണ്ണിലേക്ക് ചാടിപ്പോണ്ടി വരും. ക്ഷമിച്ച് നിൽക്കുന്നതിന് പറയണ്ടേ അവസാനം വേണ്ട. നമ്മളെ നാട്ടിലങ്ങനെ ഒരുപാട് ക്ഷമിക്കുന്നില്ല. എല്ലാവരും ഒന്നും നാട്ടിലുണ്ടല്ലോ. ഇങ്ങനെ ഫോണിലൂടെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഗൾഫിലുള്ള പുറത്തുള്ളവർക്ക് കഴിക്കാൻ പെൺകുട്ടികൾ സമ്മതിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കാര്യങ്ങളുണ്ടോ? അതിനായിരിക്കും. ഗൾഫിലല്ല, നാട്ടിൽ ജോലിയുള്ളവരൊക്കെ തന്നെ കഴിക്കുന്നു. നാട്ടില് ജോലിയിലൂടെ കഴിച്ചിട്ട് ജോലി അറിയാതെ എത്ര ആൾക്കാരുണ്ട്? അങ്ങനെയുണ്ടോ? എത്ര ആൾക്കാർ നാട്ടിലുള്ള എത്ര ആൾക്കാർ ജോലി അറിയാതുകൊണ്ട് പുറത്തുള്ള ജോലിക്കാരെ വിളിച്ചിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. ജോലി കുറച്ചെല്ലാം അറിയായിരിക്കും. ഫുള്ളായിട്ട് അറിയില്ല എന്നല്ലേ? വല്ലതും അറിയില്ല എന്നല്ലേ?
ഉണ്ടാവും. പണി ചെയ്യിപ്പിക്കുന്നില്ല. അതിന് ജോലി അറിയാതുണ്ടല്ലോ. ഞാൻ പറഞ്ഞ കുറച്ചറിയായിരിക്കും, കുറച്ചറിയാത്തവരുണ്ടാവും. ജോലി പിന്നെ നന്നായിട്ട് അറിയാം. ഉം. നന്നായിട്ട് പണി അറിയാൻ വെച്ചു. ഉം. ഇപ്പൊ ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്ത് പറ്റി? എന്തോ റേഞ്ച് കിട്ടാതെ പറയുന്നു. ആ നിങ്ങളുടെ എന്തോ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ചില നേരത്ത്. ഉം. അല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ? അവൻ അവിടുന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്തിന്? സന്ദീപിന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനായിരിക്കും ക്ലാസ് എടുക്കണ്ടേ? ചിലപ്പോ ഞാൻ ക്ലാസ് കേൾക്കേണ്ടി വരും ആരെങ്കിലും. കറക്റ്റ് പെരുമ്പളേക്ക് നിന്റെ അടുത്ത് എല്ലാം പഠിച്ചിട്ട് വേണ്ടേ വരെ. അങ്ങനല്ല പറഞ്ഞ ഞാനത് പഠിച്ചിട്ടാ വരുന്നത്. കൃഷി ചെയ്യാൻ നല്ലോണം അറിയാമോ? അറിയാം. കളക്കാനും വിതക്കാനും കൊയ്യാനും എല്ലാം അറിയാമല്ലോ അവർക്ക്. എല്ലാം അറിയാം. ഞാൻ വന്നിട്ട് കാണിച്ചു തരാലോ. നേരെ നിനക്ക് മനസ്സിലാവും. ഇരുവല്ലോ നേരെ നിനക്ക് മനസ്സിലാവും. ഓ അപ്പൊ ഇവിടുന്ന് ഇത് പണിതിട്ട് പോയതൊന്നല്ല പണി. ഇപ്പോഴത്തെയാണ് സൂപ്പർ കഴിമാതിരി കളക്കല കളച്ചേന്ന്. കളത് ഉഴുത് മറിച്ചിട്ട് വേണം വിത്തെറിയാൻ. മോഹിപ്പിക്കല്ലാണ്ട് എന്ത് മോഹിപ്പിക്കാൻ വന്നാൽ എന്താവും കാണുക. കാരണം 2 ദിവസം ഒന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ആവേശം കൃഷി ചെയ്യേണ്ട ആവേശം 2 ദിവസമല്ലേ ഉണ്ടാവും.